നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഓർമ്മയുടെ ചവിട്ടുകൊട്ടയിലേക്ക് സ്വാഗതം. ഞാൻ ഓർമ്മയുടെ ചവിട്ടുകൊട്ട എന്ന് പറയുന്നത് പഴയ ഓർമ്മകളാണല്ലോ ഞാൻ ഈ ചിക്കിച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്നെനിക്ക് പറയാനുള്ള ഒരു അപൂർവമായൊരു കഥയാണ്. അതായത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. എൻ്റെ ഒരു ചിറ്റയുണ്ട്, അവർ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പോൾ അക്കരെയാണ് ഇറങ്ങുന്നത്. അക്കരെയെന്ന് ഞങ്ങൾ പറയുന്നത് കുളത്തൂർമൂഴി അമ്പലത്തിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇക്കരെ നടന്നിട്ട് ഇവിടുന്ന് മണിമലയ്ക്കാണ് പോകേണ്ട പുള്ളിക്കാരി. അപ്പോൾ ഇക്കരെ കയറി ബസ് കയറി പോവുകയാണ് പതുക്കെ. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഒരു ദിവസം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കാറുണ്ട് ബസ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ. കാരണം അവർ ആങ്ങളെ അച്ഛൻ്റെ പെങ്ങളാണത്. അപ്പം ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ടാണ് വന്നത്. അപ്പോൾ അച്ഛനോട് പറയുകയാണ്, ഇത് വഴി തെറ്റി വന്നതാണ് ഈ കുട്ടി. അതായത് പുന്നവലി ഭാഗത്ത് അതിൻ്റെ ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഇടുക്കിയിലോ കട്ടപ്പന ആ ഭാഗത്തുനിന്നും കണ്ട് കോട്ടയത്ത് നിന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ വിചാരം, അപ്പോൾ അതിന് 2 ദിവസം അവധി കിട്ടി. അപ്പം കൊട്ടപ്പനയ്ക്കൊന്നും പോയി യാത്ര ചെയ്തിട്ട് വരാൻ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ പറഞ്ഞു ആൻറ്റിയുടെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ ഇവിടെ അടുത്താണല്ലോ, കോട്ടയത്തുനിന്ന് പുന്നവലി എന്നൊക്കെ പറയുന്ന അടുത്ത സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ വിചാരം കുളത്തൂർമൂഴി ബസ് എല്ലാം ഈ പുന്നവലി വഴിയാണെന്നാണ്. ഇതൊരു ബസ്സിന് കയറിയിരുന്നു. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ കുളത്തൂരമ്പലത്തിൻ്റെ അവിടെ വരെയുള്ള കുളത്തൂർമൂഴി വഴിയുള്ള ബസ്സായിരുന്നു. ഇതിനവിടെ ഇറങ്ങിയിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പം ഇതിങ്ങനെ വട്ടം തിരിയുന്ന കണ്ടിട്ട് ചിറ്റേനെ ഞങ്ങൾ വിളിക്കുന്നത്. ചിറ്റ ചോദിച്ചു, എന്നാ കുഴപ്പം, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പുള്ളിക്കാരി കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി കാണുമായിരിക്കും. അപ്പം അവരിങ്ങനെ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു, എനിക്കിതുപോലെ വഴി തെറ്റി, ഇവിടെ നിന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അന്ന് ഫോണില്ല, കാര്യങ്ങളൊന്നുമില്ല. 94-95 കാര്യമാണേ. പുള്ളിക്കാരിയുടെ ബുദ്ധിയിൽ പുള്ളിക്കാരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ അച്ഛനോട്, ഞങ്ങൾ ചാച്ചാന്നാണ് വിളിക്കുന്നത്, ചാച്ചയോട് കഥ പറഞ്ഞു. അപ്പം അവിടെ ചാച്ച ഇതുപോലെ ഇങ്ങനെ ഇത് വീട്ടുപേരൊക്കെ ഈ കൊച്ചിനോട് ചോദിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആൾക്കാരുടെ ഒരു തെള്ളാണ്. ആരോ ഒരു അജ്ഞാതയായ ഒരു കുട്ടി വീട്ടിൽ വന്നിരിക്കുന്നു, അവളും പേരും അറിയില്ല. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചോദ്യമാണ്, എവിടെ കട്ടപ്പന എവിടെയാണ്, ക്രോസ് നിസ്താരമാണ് ഈ കൊച്ചിനെ കൊണ്ട്. ഇപ്പോൾ ചാച്ചയ്ക്ക് മനസ്സിലായി പന്തികേടാണ്. ചാച്ച പറഞ്ഞു, ഇനി ആരെയും കാണിക്കണ്ട, അതിനകത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ വിട്ടോളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കോട്ടയത്തിനുള്ള ബസ്സിന് ചാച്ചനെ കൂടെ പോയി ബസ്സിന് കയറ്റി കോളേജിൽ കൊണ്ടുവിട്ടു, ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. പക്ഷെ ഞാൻ ആ കുട്ടിയുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു ടേംസിലായി. ഇപ്പോഴും എനിക്കതിൻ്റെ മുഖം നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഒരു പ്രാവശ്യം കൂടെ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നിരിക്കില്ല, ഒരു പ്രാവശ്യം കൂടെ അത് വീട്ടിൽ വന്നു. അതിന് 2 ദിവസം കുട്ടീനെ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഥ പറഞ്ഞു കേട്ടറിഞ്ഞ് ഈ ബന്ധു ഞങ്ങളുടെ വീട്ടിൽ വന്നു. പറയാൻ കാരണം, നമുക്ക് ഈ ചില സമയത്ത് നമ്മൾ ദൈവങ്ങളെപ്പോലെ കരുതുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അന്ന് ആ കുട്ടി വന്നപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ. കാരണം വേറൊരു വീട്ടിലാണ് ചെന്ന് പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ ചിറ്റയെ കണ്ടില്ലായിരുന്നെങ്കിൽ, നമ്മൾ ദൈവതുല്യരായിട്ടൊക്കെ ചിലരെ കണ്ടുപോകും. എന്നാൽ ചിറ്റയെ കണ്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഏത് അവസ്ഥയിലെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഫോണൊന്നും ഇല്ലാത്തൊരു കാലത്താണെന്ന് ഓർക്കണം. ശരിക്കും ഞാൻ പറയാൻ കാര്യം, എനിക്ക് ആ കുട്ടിയെ ഒന്നുകൂടെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട്. കാരണം ഞങ്ങൾ ഒരേ പ്രായക്കാരായിരുന്നു. അതും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഞാനും ആ സമയത്താണ്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ ഒത്തിരി കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ചിലപ്പോഴൊക്കെ, അവളിപ്പോൾ എവിടെയായിരിക്കും അല്ലേ, ആ കുട്ടി ഇപ്പോൾ എവിടെ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ഒരു ചിന്ത മനസ്സിൽ കയറി വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നു. വർഷം ഒരുപാടായി എന്നിരുന്നാലും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചില ബന്ധങ്ങൾ, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ ചില സൗഹൃദങ്ങളും സ്നേഹങ്ങളും, ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ശരിക്കും പറഞ്ഞാൽ ബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക് ആ കുട്ടിയോട്. പക്ഷേ എന്നിരുന്നാലും കാണണം, ഇപ്പം എന്തായി, എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ കാണാനൊരു കൗതുകം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഫോളോ ചെയ്യാം.